മാഷേ, അങ്ങനെ വിളിക്കല്ല എൻ്റെ പെണ്ണെ. നീ വീണ്ടും വീണ്ടും എന്നെ കൊതിപ്പിക്കുന്നു. മുഖത്ത് നിറഞ്ഞ വിയർപ്പൊപ്പി അയാളെ പറഞ്ഞൊപ്പിച്ചു. അവൾ പതിയെ അയാളിലേക്ക് ചേർന്ന് നിന്നു. അവളുടെ അത്തറിൻ്റെ മണം കലർന്ന ഷാള് അയാൾ നാസികയോട് അടുപ്പിച്ചു. കണ്ണുകളടച്ച് ആസ്വദിച്ചു. 50-നടുത്ത് പ്രായം തോന്നിച്ചിരുന്ന അയാൾ വീണ്ടും അവളെ നിന്ന് നോക്കി. നീ വല്ലാത്തൊരു ദേവതയാണ് പെണ്ണെ, എന്നെ വല്ലാതെ കൊതിപ്പിക്കുന്നു നീ. പത്മനാഭൻ മാഷിന് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ? വശീകരണ മന്ത്രം ചൊല്ലിയതുപോലെ അവൾ അയാളിൽ നിന്ന് ചിണുങ്ങി. ആണോന്നോ? എന്ത് ചോദ്യമാണ് കുട്ടി. പണ്ടെന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുൻപ് നിന്നെ പോലെയുള്ളൊരു പെൺകുട്ടി എനിക്ക് കിട്ടി. അവൾ കൗതുകമൊട്ടും ചോരാതെ അയാളുടെ നെഞ്ചിലെ രോമങ്ങളിലൂടെ വിരലോടിച്ചുകൊണ്ട് കണ്ണുകളിലേക്ക് നോക്കി. എന്നിട്ടോ മാഷേ, കയ്യിൽ കെട്ടിയിട്ട് എന്ത് ചെയ്തു എന്നോ? കൊള്ളാം. പാലിൻ്റെ മണം ശരിക്കും മുഖത്തു നിന്നും മാറാത്ത ആ പെൺകുട്ടി ഒരു ഹരം തന്നെയായിരുന്നു. അവളുടെ മുഖത്ത് പതിയെ കാർമേഘം നിഴൽ വിരിച്ചതുപോലെ, അവളുടെ ശബ്ദം പതിയെ ഇടറിയതുപോലെ. ആ പെൺകുട്ടിക്ക് സമ്മതമായിരുന്നോ മാഷേ? ആര് ചോദിക്കുന്നു പെണ്ണേ? സമ്മതം അതാണിൻ്റെ അവകാശമല്ലേ. ഞാനിങ്ങെടുത്തു. എനിക്ക് വേണ്ടതെല്ലാം. അവൾക്കൊന്നും അറിയില്ലല്ലോ. ഞാനൊരു മാഷല്ലേ. അവൾക്കൊരു മാഷിങ്ങനെ ചെയ്യുമെന്ന് ഓർമ്മ പോലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഓർത്തിട്ടുണ്ടാവില്ല. എത്ര തവണ മാഷേ? എവിടെ വെച്ച് മാഷേ? അതൊരു സ്കൂളല്ലേ. എത്ര തവണയെന്നോ? കൊള്ളാം, ഒരുപാട് തവണ. അവളുടെ പാഠപുസ്തകങ്ങൾ ഞാൻ എൻ്റെ ഭോഗമെത്തയാക്കി. താളുകൾ കൊണ്ട് രേതസ് തുടച്ചെടുത്തു. അവളുടെ ഞരങ്ങുകൾ, പിന്നെ വേണ്ട എന്ന ജൽപ്പനങ്ങൾ എന്നെ കൂടുതൽ ലഹരിയിലാക്കി പെണ്ണെ. പിന്നെ കൂട്ടുകാർക്കും കൊടുത്തു. അയ്യോ പാവമല്ല മാഷേ, അവളുടെ ആ മുഖത്ത് ആ തട്ടമുണ്ടല്ലോ, അത് വല്ലാതെ മോഹിപ്പിച്ചു. മറച്ചു പിടിച്ചത് കാണാനുള്ള ആവേശം കണ്ട് കൊതി തീർത്തു. പിന്നെ അവറ്റകളെയൊക്കെ എന്ത് ചെയ്താലും ആര് ചോദിക്കാനാ? ആ ചുണ്ടുകളും വിരിഞ്ഞിട്ടില്ലാത്ത മാറിടങ്ങളും ഓർക്കുമ്പോൾ വല്ലാത്തൊരു ലഹരി പോലെ. എന്നിട്ട് ആരും അറിഞ്ഞില്ലേ മാഷേ? അവൾ കുഞ്ഞല്ല മാഷേ, വേദനിച്ചിട്ടുണ്ടാവില്ലേ? ഗുരു എന്ന പിതാവ് എന്നുകൂടി അല്ലേ മാഷേ? എൻ്റെ ഇഷ്ടം, എൻ്റെ മോഹം. പാൽമണം മാറാത്ത പെൺകുട്ടി, തട്ടമിട്ട പെൺകുട്ടി, ഉമ്മച്ചിക്കുട്ടി. ഓർക്കുമ്പോൾ കുളിര് കോരുന്നു പെണ്ണേ. ആരറിഞ്ഞിട്ടെന്താ കാര്യം? പലവട്ടം ഞാൻ അവളുടെ മേൽ പലകുറി മേൽ കയറി മറിഞ്ഞിട്ടും പാതി മറഞ്ഞ ബോധത്തിൽ അവൾ കോടതിയിൽ എന്തു പറയാൻ? അയാൾ കയ്യിലിരുന്ന മദ്യക്കുപ്പി വായിലേക്ക് കമഴ്ത്തി ആർത്താർത്ത് ചിരിച്ചു. മാഷേ, അവൾക്കന്ന് എത്ര വയസ്സുണ്ട്? ഒരു 10 വയസ്സ്, അതിലേറില്ല. പറ്റിയ പ്രായം. ഞാൻ ഓരോന്ന് ചെയ്യുമ്പോഴും അവളുടെ കണ്ണുകളിലെ കൗതുകം, ഭയം, വേദന എല്ലാം ഇപ്പോഴും എൻ്റെ കണ്ണുകളിലുണ്ട്. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ലൈംഗികത ഞാൻ അനുഭവിച്ചു തന്നാണ്. ഇനിയും വേണമെന്ന് തോന്നിയതുപോലെ. എന്നിട്ട് അതെല്ലാവരും അറിഞ്ഞില്ല മാഷേ. കേസായില്ലേ? കോടതിയിൽ നിന്ന് എന്തായി മാഷേ? എന്തായി എന്നോ? ഞാനൊരു രാഷ്ട്രീയക്കാരനല്ലേ. എൻ്റെ മുന്നിൽ ജഡ്ജിയും നിയമവും ഒക്കെ മുട്ടുമുടക്കി. എൻ്റെ പൈസക്കെട്ടുകൾക്ക് മുന്നിൽ നിയമത്തിനെ ഞാൻ ബലാത്സംഗം ചെയ്തു. ആളുകൾക്ക് മുന്നിൽ ഞാൻ ചെയ്തത് എന്താണ് എന്ന് പറയാൻ കഴിയാതെ ആ പെണ്ണ് കരഞ്ഞു. തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ കഴിയാതെ പോലീസ് ഇരുട്ടിൽ തപ്പി. അതിനുശേഷം എത്ര കുട്ടികൾ, തട്ടമിട്ടതും പൊട്ടുതൊട്ടതും കൊന്തയിട്ടതും, ഓരോന്നിനും ഓരോ രുചിയാ. നിന്നെപ്പോലെ. അയാൾ അവളെ വട്ടം ചുറ്റി പിടിച്ചു. ഈ രാത്രി നമുക്കിങ്ങനെ കഥ പറഞ്ഞു തീർക്കാനാണോ പെണ്ണെ? നല്ല രസമുള്ള കഥയല്ല മാഷേ കേൾക്കാൻ. അത് മാഷ് പറയുമ്പോൾ വല്ലാത്തൊരു ലഹരിയാണിതിന്. മാഷിനിപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടോ? എന്തിന്? എന്തൊരു രസമായിരുന്നു. വിരിഞ്ഞിട്ടില്ലാത്ത അവളുടെ മാറിടം ഞെക്കിഞ്ഞരിച്ചപ്പോൾ അവളുടെ നിലവിളി ഇപ്പോഴും ഒരു സുഖമാണ്. ഇപ്പോൾ അവൾ എവിടെയാണെന്ന് അറിയോ മാഷിക്ക്? ആ കുടുംബം തന്നെ എവിടെയാണെന്ന് അറിയില്ല. നീ ആ പഴയ കേസ് പറഞ്ഞ് സമയം കളയാതെ പെണങ്ങ അടുത്തു വാ. അവൾ മാഷിനോട് ചേർന്ന് നിന്നു. അയാളുടെ കൈ അവളിലൂടെ എന്തിനോ വേണ്ടി അലഞ്ഞു തിരിഞ്ഞു.
അവളുടെ ചുണ്ടുകൾ അയാളുടെ കഴുത്തിലൂടെ അരിച്ചിറങ്ങി. കഴുത്തിലൊരു നീറ്റൽ. അയാൾ പതുക്കെ കൈകൊണ്ട് അവിടെ തൊട്ടു. അവളുടെ ചുണ്ടുകൾ കടന്നു പോകുന്ന വഴികളിലൂടെ ആഴത്തിൽ പതിയുന്ന മുറിവുകൾ കണ്ണുകളെ പിറകോട്ട് മറിയുന്ന പോലെ. മാഷേ, തട്ടമിട്ട ഹിജാബിൽ ഒളിപ്പിച്ച എന്നെയാണ് മാഷി പിച്ചി എറിഞ്ഞത്, കാഴ്ചവെച്ചത്, അല്പം മുമ്പ് പറഞ്ഞ് രസിച്ചത്. എൻ്റെ ശരീരത്തിനെ വെറുപ്പോടെയും മറപ്പോടെയും നോക്കിയ കറുത്ത ദിവസങ്ങൾ സമ്മാനിച്ചത് അതെനിക്കാണ്. ഭ്രാന്തിയായത് ഞാനാണ്. ഇരുട്ടുമുറിയിൽ വിധിയോട് മല്ലിട്ടത് ഞാനാണ്. മകൾക്ക് വന്ന ദുരിതത്തിൽ മാനം നഷ്ടമായ ആത്മഹത്യ ചെയ്ത ഒരു പാവ ഉപ്പയും ഉമ്മയും കുറിച്ച് കേട്ടിരുന്നോ? ആരുമില്ലാതെ ഭ്രാന്തിയായി കഴിഞ്ഞ ഒരു പാവം 10 വയസ്സുകാരി, തന്നെ എന്ത് ചെയ്തു എന്ന് പറയാൻ കഴിയാതെ കോടതിയിൽ ആൾക്കൂട്ടത്തിൽ വിങ്ങിപ്പൊട്ടിയ ഒരു പാവാടക്കാരി, പണം ലക്ഷ്യമാക്കി മനഃപൂർവ്വം കള്ളക്കേസ് കൊടുത്ത് അപമാനിച്ചു എന്ന് കോടതിയിൽ നിന്നും വിധി വന്നപ്പോൾ മാനം നഷ്ടമായി എല്ലാം നഷ്ടമായതുപോലെ അലറിക്കരഞ്ഞ ഒരു ഉപ്പയും ഉമ്മയും. എല്ലാം ഞാനാണ്. നിങ്ങളില്ലാതാക്കിയ ഞാൻ. ഒന്നുകൂടി എന്നെ ചേർത്ത് പിടിക്കാമോ? എൻ്റെ അടിവസ്ത്രങ്ങൾ കീറിയെറിയാമോ? തുടകളിലൂടെ ഒലിച്ചിറങ്ങിയ രക്തം കണ്ട് സംതൃപ്തി അടയാമോ? പറ്റുന്നില്ലല്ലേ? അവളൊരു ഭ്രാന്തിയെപ്പോലെ പൊട്ടിച്ചിരിച്ചു. അയാളുടെ കണ്ണുകൾ തുറച്ചു. ശ്വാസവായു കിട്ടാത്തതുപോലെ പിടച്ചുകൊണ്ടിരുന്നു. അവളത് നോക്കി ചിരിച്ചു. മരണത്തിൽ കുറഞ്ഞൊന്നും താങ്കൾ ആഗ്രഹിക്കുന്നില്ല കാമഭ്രാന്ത. മുറിയിലൂടെ പടർന്നൊഴുങ്ങിയ ചോരയിലൂടെ അവൾ നടന്നു നീങ്ങി. ബലാത്സംഗം ചെയ്യപ്പെട്ട നിയമം അപ്പോൾ കൊലയാളിയായ പെൺകുട്ടിക്ക് വേണ്ടി തിരച്ചിൽ ആരംഭിച്ചിരുന്നു. പ്രിയരെ, ഗുരുനാഥന്മാരാലും ബന്ധുക്കളാലും സുഹൃത്തുക്കളാലും ഓരോ മിനിറ്റിലും കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനിയൊരു പത്മനാഭൻ മാഷും ജനിക്കാതിരിക്കട്ടെ. വീണ്ടും ഒരു പുതിയ കഥയുമായിട്ട് കാണാം.